ആറന്മുള വള്ളസദ്യ വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി തന്ത്രി. ആചാര ലംഘനം അറിഞ്ഞത് ദേവസ്വം ബോർഡ് അയച്ച ഇമെയിൽ വഴിയാണെന്ന് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ വിശദീകരണം. എന്നാൽ ദേവസ്വം മന്ത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട്. ആചാര ലംഘനമുണ്ടായെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. വിവാദത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് പള്ളിയോട സേവാ സംഘം പ്രതികരിക്കുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ ആറന്മുളയുടെ ഒരു കത്ത് എനിക്ക് വന്നു. ഇതേപോലെ അഷ്ടമി രോഹിണി ദിനത്തിലെ അകത്തെ കാര്യങ്ങളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടന്നു വന്നു. എന്നാൽ പുറത്തെ എന്തെങ്കിലും പ്രായശ്ചിത്തം വേണമെങ്കിൽ അത് അറിയിക്കണമെന്നും കാണിച്ചുകൊണ്ട് ഇത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത് എന്നൊന്നും ഒരു എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ലായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി ഞാൻ എഴുതി AC-ക്ക് കൊടുക്കുകയുണ്ടായി. അകത്ത് പൂജ എപ്പോഴാണ് നടന്നത്, നേദ്യം എപ്പോഴാണ് നടന്നത്, പുറത്തെപ്പോഴാണ് വിളക്ക് കത്തിച്ചത്, പുറത്തെപ്പോഴാണ് സദ്യ വിളമ്പിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു. ആ മറുപടിയിൽ ആണ് അകത്തെ പൂജകൾ 12 മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് 10:30 ശേഷം ഏതാണ്ട് 11-നുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയുണ്ടായെന്നും അകത്ത് നിന്ന് ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ല, പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന AC-യുടെ മറുപടി. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. ആദ്യത്തെ കത്തിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സദ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിനെക്കുറിച്ചോ പള്ളിയോട സേവാ സംഘത്തെ അറിയിക്കുകയോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ കൂടാതെ നടത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കീഴ്വഴക്കമനുസരിച്ച് നമ്മൾ അവിടെ വിളക്ക് കത്തിക്കുക 10:30-10:45 നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തിരുന്നു. 10:30-ക്ക് വിളക്ക് കത്തിക്കുമെന്നും പറഞ്ഞു. അദ്ദേഹം തന്നെ വന്ന് വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ച ശേഷമായിരിക്കും ബാക്കി ചടങ്ങുകൾ നടക്കുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുള്ള ആളുകളെല്ലാം കൂടെ തന്നെ അവിടെ ഊട്ടുവരെ കാണണം, അത് ഇളകിയിരിക്കുകയാണ് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും സദ്യ നടത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മൂല കയറിയിരുന്നു, നമുക്ക് എഴുന്നേപ്പിച്ച് വിടാൻ പറ്റത്തില്ല. ആ മൂല കയറി ഇവിടെ സദ്യ കൊണ്ട് ചേനങ്ങ് പോയി കൊള്ളാമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. പള്ളിയോട സേവാ സംഘത്തിൻ്റെ ക്ഷണപ്രകാരം പോയി എന്ന് മാത്രമല്ല, അവരാണ് അതിനെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. അവിടെ വിളക്ക് തെളിയിക്കുവാൻ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയത് പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. സദ്യ വിളമ്പിയത് പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ആചാരങ്ങളെ സംബന്ധിച്ച് അറിവുണ്ടാകണമെന്നില്ല. എന്തെങ്കിലും ആചാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ കത്ത് കിട്ടിയാൽ അതെന്താണെന്ന് ആലോചിച്ച് ബോർഡ് ഉചിതമായ നടപടിയെടുക്കും. ഒരു കാര്യം ഉറപ്പ്, മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ മന്ത്രി നിഷ്കളങ്കനാണ്. മന്ത്രി ഈ കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവീൺ പുരുഷോത്തമനും റഹീസ് റഷീദും വിവരങ്ങളുമായുണ്ട്. ആദ്യം പ്രവീണിലേക്ക്. പ്രവീൺ, ഇപ്പോൾ ഈ ആചാരങ്ങൾ പൂർത്തിയാക്കും മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നതാണോ ഈ ആചാര ലംഘനമായി പറയുന്നത്? തന്ത്രിയാണോ ഈ കാര്യം ആദ്യം ഉന്നയിച്ചത്? പ്രവീൺ. സ്മൃതി, ഇന്നലെയാണ് ആറന്മുള ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുടെ ഒരു കത്ത് പുറത്തു വന്നത്. അത് ദേവസ്വം ബോർഡിന് അദ്ദേഹം അയച്ച ഒരു കത്താണ്. ആ കത്തിൻ്റെ ഒരു സംക്ഷിപ്തം എന്നുള്ളത് ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനം നടന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാം തന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. തന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് തനിക്ക് 2 കത്തുകൾ വന്നിരുന്നു. ഇമെയിൽ മുഖാന്തരം 2 കത്തുകൾ വന്നിരുന്നു. അതിൽ ആദ്യത്തെ കത്തിൽ പ്രശ്നപരിഹാരം എന്തെങ്കിലും ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു കത്തായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു കത്ത് വരുമ്പോൾ എന്താണ് അവിടെ പ്രശ്നമായിട്ട് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം താൻ വീണ്ടും ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. അങ്ങനെ ദേവസ്വം ബോർഡ് അഷ്ടമി രോഹിണി വള്ളസദ്യ ദിനം അവിടെ നടന്ന ചടങ്ങുകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ടുള്ള ഒരു കത്ത് തനിക്ക് നൽകി. ആ കത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ആചാര ലംഘനം നടന്നതായി തനിക്ക് മനസ്സിലാവുകയും അങ്ങനെയാണ് പ്രശ്നപരിഹാരത്തിന് താൻ വിധിക്കുകയും ചെയ്തതെന്നാണ് തന്ത്രി പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആറന്മുള പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ തന്ത്രിയെ തള്ളിക്കൊണ്ട് പറയുന്നു. അവർ പറയുന്നത് അവിടെ ആചാര ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് തങ്ങൾക്ക് അറിയില്ല. കാരണം മന്ത്രി VN വാസവൻ ഈ അഷ്ടമി രോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹം 10:30 ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പിന്നീട് ആനക്കുട്ടിലേക്ക് എത്തുന്നു. അവിടെയാണ് ഇലയിൽ സദ്യ വിളമ്പി വെച്ചിരിക്കുന്നത്. അത് ഭഗവാന് നേദ്യം എന്നുള്ള രീതിയിൽ അവിടെ ചടങ്ങുകൾ നടക്കുന്നു. അതിനുശേഷം
അദ്ദേഹം ഊട്ടുപുരയിലേക്കാണ് പോയത്. ഊട്ടുപുരയിൽ ചെന്നപ്പോൾ അവിടെ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. സ്വാഭാവികമായും ഒരു മന്ത്രി അവിടെ വന്നിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ തങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ മന്ത്രിയും ഒപ്പമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളും ഇരുന്നപ്പോൾ സദ്യ വിളമ്പി എന്നാണ് ഇപ്പോൾ പള്ളിയുടെ സേവാസംഘം ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. അതായത് അവർക്ക് ഇക്കാര്യത്തിൽ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. സാധാരണ ഭഗവാന് നേദ്യം നൽകിയതിന് ശേഷം മാത്രമേ അഷ്ടമിന് രോഹിണി വള്ളസദ്യ അത് സദ്യ വിളമ്പാൻ പാടൂ എന്നാണ് ആചാരം എന്നാണ് തന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഈ ഊട്ടുപുരയിൽ മന്ത്രി ആഹാരം കഴിച്ചത് അത് ഭഗവാന് നേദിക്കുന്നതിന് മുമ്പാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് തന്ത്രിയുടെ ഒരു കണ്ടെത്തലായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാര മന്ത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം.